ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥതകൾ, രോഗങ്ങൾ, ക്ലേശങ്ങൾ ഒന്നുമില്ലെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ ആകുലചിത്തരാണ്. നമ്മൾ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലരാണ്. ഭാവിയെക്കുറിച്ചാണ് എപ്പോഴും നമ്മുടെ ഉത്കണ്ഠ. നാളെ എന്ത് സംഭവിക്കും? കർത്താവ് പറയുന്നു, നിങ്ങൾ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠാകുലരാകണ്ട. നിങ്ങൾ വയലിലെ പുഷ്പങ്ങളെ നോക്കുക, അല്ലെങ്കിൽ ആകാശത്തിലെ കിളികളെ നോക്കുക. അവർ ആകുലപ്പെടുന്നില്ല. അവരനുദിന ജീവിതം തൽക്കാലം ഇപ്പോൾ എന്ത് സാധിക്കും അത് ചെയ്തുകൊണ്ട് നടക്കുന്നു. അവയെ പോറ്റുന്ന ഞാൻ നിങ്ങളെ പോറ്റില്ലേ എന്ന് കർത്താവ് ചോദിക്കുന്നു. നീ ആകുലപ്പെട്ടതുകൊണ്ട് നിൻ്റെ ആയുസ്സിൻ്റെ ദീർഘം ഒരു മുഴം കൂടെ നീട്ടാൻ നിനക്ക് സാധിക്കുമോ? നിൻ്റെ തലയിലെ മുടി ഒന്ന് കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ നിനക്ക് ഒന്നും സാധിക്കില്ല. പിന്നെ എന്തിനു നീ ആകുലപ്പെടുന്നു? ദൈവരാജ്യത്തെക്കുറിച്ചായിരുന്നു നമ്മുടെ ആകുലതയെങ്കിൽ അതിനർത്ഥവും ഉണ്ടാകുമായിരുന്നു. സുവിശേഷത്തിൽ ഈശോ ഒരു പ്രാവശ്യമേ ഉള്ളൂ എന്നെനിക്ക് തോന്നുന്നു മനുഷ്യനെ ഭോഷ, വിഡ്ഢി എന്ന് വിളിക്കുന്നത്. പഴയ നിയമത്തിൽ ലേവ്യരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, നീ നിൻ്റെ സഹോദരനെ അല്ലെങ്കിൽ സഹപൗരനെ ഭോഷ എന്ന് വിളിച്ചാൽ നീ മരണത്തിന് അർഹനാണ്, അല്ലെങ്കിൽ നീ ശിക്ഷാവിധിക്ക് അർഹനാണ്. എന്നിട്ട് ഈശോ മനുഷ്യനെ ഭോഷ അല്ലെങ്കിൽ വിഡ്ഢി എന്ന് വിളിക്കുന്ന ഒരു ഭാഗമുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഒരു മനുഷ്യൻ വന്നിട്ട് കർത്താവിനോട് എൻ്റെ പിതാവുമായിട്ട് സ്വത്ത് പങ്കിടാനായിട്ട് എന്നെ സഹായിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. എൻ്റെ പിതാവുമായിട്ട് സ്വത്ത് പങ്കിടാൻ, അല്ലെങ്കിൽ എൻ്റെ സഹോദരനുമായിട്ട് ഉള്ള ഭാഗോടമ്പടിയിൽ എന്നെ സഹായിക്കാനായിട്ട് ഞങ്ങളുടെ മധ്യസ്ഥനായിട്ട് വരണമേ എന്ന് വിളിക്കുമ്പോൾ കർത്താവ് അവനെ ഭോഷ എന്ന് വിളിക്കുകയാണ്. ഹേ മനുഷ്യ, ഞാൻ നിങ്ങളുടെ സ്വത്ത് വിഭജിക്കാൻ വന്നിരിക്കുന്നതല്ല. ഭോഷനായ മനുഷ്യൻ, എന്തുകൊണ്ടാണ് കർത്താവ് നമ്മെ ഭോഷൻ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ വിഡ്ഢി എന്ന് വിളിക്കുന്നത്? മറ്റൊന്നും കൊണ്ടല്ല. ലൗകികമായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടിയോ നമ്മൾ ആകുലചിത്തരാകുമ്പോൾ, നമ്മൾ അതിനെക്കുറിച്ച് തത്രപ്പെടുമ്പോൾ നമ്മൾ വിഡ്ഢികളാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം നമുക്ക് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നതിനെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആകുലപ്പെടുക. ഒരിക്കൽ ഒരു രസകരമായ ഒരു കഥ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഒരിക്കലൊരു രാജാവ് തൻ്റെ മന്ത്രിയെ വിളിച്ചിട്ട് പറയുകയാണ്, ഒരു നല്ല സ്വർണ്ണ വടി കൊടുത്തു. ഈ വടി കൊണ്ടുപോയിട്ട് നീ നിന്നേക്കാളും ഭോഷനായ അല്ലെങ്കിൽ നിന്നേക്കാളും വിഡ്ഢിയായ ഒരു മനുഷ്യന് കൊടുത്തേക്കുക. നിന്നേക്കാൾ ഭോഷനായിരിക്കണം എന്നുള്ളത് കൽപ്പനയാണ്. ഈ മനുഷ്യൻ, ഈ മന്ത്രി വടിയുമായിട്ട് രാജ്യം മുഴുവൻ ചുറ്റിക്കറങ്ങിയിട്ടും അയാളെക്കാളും ഭോഷനായിട്ടൊരു മനുഷ്യനെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇവൾ ഒരുപാട് നാളുകൾ കറങ്ങി അവസാനം ആരെയും കണ്ടെത്താതെ അയാൾ തിരിച്ച് കൊട്ടാരത്തിലേക്ക് വരികയാണ്. കൊട്ടാരത്തിലേക്ക് വന്നിട്ട് രാജാവിനെ കാണാനായിട്ട്, മുഖം കാണിക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോഴാണ് പറയുന്നത്, രാജാവ് മരിക്കാൻ പോവുകയാണ്, മരണക്കിടക്കയിലാണ്. മന്ത്രി അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വന്നു, വടി ആർക്കാണ് കൊടുത്തത് എന്ന് ചോദിച്ചു. എന്നേക്കാളും പോഷനായ, എന്നേക്കാൾ വിഡ്ഢിയായ ഒരു മനുഷ്യനെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ വടി തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. രാജാവിന് ദേഷ്യം തോന്നി. എങ്കിലും മരണക്കിടക്കയിലായതുകൊണ്ട് അദ്ദേഹം കൂടുതൽ വഴക്ക് പറയാനൊന്നും തുനിഞ്ഞില്ല. രാജാവ് പറഞ്ഞു, നീ ഇവിടെ അടുത്ത് വരിക, നിന്നോട് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നീ എൻ്റെ മന്ത്രിയാണ്. ഞാൻ ഒരു ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ദീർഘമായ ഒരു യാത്രയ്ക്ക് പോവുകയാണ്. മന്ത്രി ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്? എനിക്കറിയില്ല. അപ്പോൾ ആരാണ് കൂട്ടത്തിൽ വരുന്നത് തുണയ്ക്കായിട്ട്? ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. വഴിയറിയാമോ? വഴി എനിക്കറിയില്ല. അവിടെ ചെല്ലുന്ന സ്ഥലത്ത് വേണ്ടുന്ന സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? ഒന്നും ഒരുക്കിയിട്ടില്ല. യാത്രയ്ക്ക് ആവശ്യമായ ഭക്ഷണങ്ങളോ മറ്റ് പദാർത്ഥങ്ങളോ ഒക്കെ എടുത്തിട്ടുണ്ടോ? ഒന്നും എടുത്തിട്ടില്ല. മന്ത്രി ആകെ മ്ലാനവദനായിട്ട്, ഒരു പണി ചെയ്,
രാജാവ് ഈ വടിയങ്ങ് പിടിച്ചു. ഈ വടിക്ക് ഏറ്റവും കൂടുതൽ അർഹൻ അങ്ങ് തന്നെയാണ്. ഒരു രാജാവ് ദീർഘമായ ഒരു യാത്രയ്ക്ക് പോകുന്നു. അദ്ദേഹം മരിച്ചു പോവുകയാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ യാത്ര എത്ര ദൂരമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത് അദ്ദേഹത്തിന് അറിയില്ല, നമുക്കും അറിയില്ല. അവിടെ ഒരുക്കേണ്ടതൊന്നും അയാൾ ഒരുക്കിയിട്ടില്ല. അദ്ദേഹത്തിന് കൂടെ പോകാനായിട്ട് ആരുമില്ല. ഒരു രാജാവ് ഇത്രയും വിഡ്ഢിത്തരം കാണിക്കുന്നെങ്കിൽ ആ മന്ത്രിക്ക് മനസ്സിലായി ഇത് വലിയൊരു പോഷത്തരമാണ്. പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതാന്ത്യത്തിൽ നമ്മൾ ദീർഘമായ ഒരു യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകേണ്ട സ്ഥലം നമുക്ക് അറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ച് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മൾ സ്വർഗത്തിലോ നരകത്തിലോ എത്തിച്ചേരുമെന്നുള്ളത് ഉറപ്പാണ്. ഇത് നമ്മൾ നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മളാരും അങ്ങോട്ട് പോകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗമാണ് നമ്മുടെ യാത്ര ലക്ഷ്യമെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കാനായിട്ട് മാലാഖമാരും വിശുദ്ധരും വരണമെങ്കിൽ നമ്മൾ ജീവിതം അതിന് അനുഗുണമാക്കി മാറ്റേണ്ടത് നമ്മുടെ കടമയാണ്. വഴിയാത്രയ്ക്ക് ആവശ്യമായിരിക്കുന്ന നമ്മുടെ കാര്യങ്ങളെല്ലാം ഒരുക്കാനായിട്ട് നമ്മുടെ ഈ ജീവിതം കൊണ്ട് തന്നെ നമുക്ക് കഴിയും. പലപ്പോഴും നമ്മൾ അതിന് തുനിയുന്നില്ല. ലൗകികമായിട്ടുള്ള വ്യഗ്രതകൾ അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള നേട്ടങ്ങളിൽ അനശ്വരമായ സ്വർഗീയ സൗഭാഗ്യങ്ങളെ സ്വന്തമാക്കാനായിട്ട് നമ്മൾ മറന്നു പോവുകയാണ്. നമ്മൾ വിഡ്ഢികളായിത്തീരുകയാണ്. ഇവിടെ കർത്താവ് ഈ മനുഷ്യനെ ഭോഷ എന്ന് വിളിച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇയാൾ ഒരുപാട് സമ്പത്തുണ്ടാക്കി, ഇയാളുടെ നിലങ്ങൾ മുഴുവൻ ധാരാളം ഫലം കൊടുത്തിരിക്കുകയാണ്. അയാൾക്ക് ധാന്യം മുഴുവൻ ശേഖരിക്കാനായിട്ട് സ്ഥലമില്ല. അയാളുടെ പത്താഴങ്ങൾ മുഴുവനും ഉണ്ടെങ്കിലും ഇയാൾക്ക് കിട്ടിയിരിക്കും കൊയ്തു കൊണ്ടുവന്നിരിക്കുന്ന ധാന്യമണികൾ ശേഖരിക്കാൻ സ്ഥലം പോരാതെ വന്നപ്പോൾ അയാൾ പത്താഴങ്ങളെല്ലാം പൊളിച്ചിട്ട് വലിയ അറപ്പറ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് മുഴുവൻ സമ്പാദിക്കാനായിട്ട്, അല്ല അത് മുഴുവൻ കൂട്ടിവെക്കാനായിട്ട്, എന്നിട്ട് ഒരുപാട് നാളത്തേക്ക് കൃഷിയൊന്നും ചെയ്യാതെ സുഖിച്ച് കഴിയാനായിട്ട്. എന്നിട്ടാണ് കർത്താവ് ആ മനുഷ്യനോട് ചോദിക്കുന്നത്, ഹേ ഭോഷ, ഈ വിഡ്ഢിയായ മനുഷ്യ, ഇന്ന് നിന്റെ ആത്മാവിനെ ഞാൻ തിരിച്ചു വിളിക്കുകയാണ്. ഇന്ന് ഞാൻ നിന്റെ ആത്മാവിനെ തിരിച്ചു ചോദിക്കാൻ പോവുകയാണ്. അതായത് നീ ഇന്ന് മരിക്കുകയാണെങ്കിൽ നീ ഒരുക്കി വെച്ചതൊക്കെ എങ്ങോട്ട് പോകും? നിന്റെ സമ്പത്ത് മുഴുവൻ നിന്നെ സഹായിക്കുമോ? ആ സമ്പത്ത് നിനക്ക് ഉപകരിക്കുമോ? അത് വല്ലവരും കൂട്ടിക്കൊണ്ട് പോകില്ലേ? ഇവിടെ നമ്മളെ ഭോഷ എന്ന് വിളിക്കുന്നെങ്കിൽ നമുക്ക് ദൈവത്തെ കുറ്റം പറയാനൊക്കില്ല. കാരണം അനശ്വരമായ സമ്പാദ്യം നേടാതെ ഭൗമികമായിട്ടുള്ള നേട്ടങ്ങളാണ് നമ്മൾ കൊയ്തെടുക്കുന്നതെങ്കിൽ നമ്മൾ വിഡ്ഢികളായിത്തീരും. ജീവിതാന്ത്യത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് അല്ലെങ്കിൽ ആ നഷ്ടസ്വർഗത്തെ ഓർത്ത് പല്ലുകടിക്കേണ്ടവരായിട്ട് നമ്മൾ മാറുകയാണ്. അനശ്വരമായ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാനായിട്ട് ദൈവം അനുദിനം നമുക്ക് പ്രചോദനങ്ങൾ തരുന്നുണ്ട്. തിരുവചനങ്ങളിലൂടെ കാണിച്ചു തരുന്ന ഈ അനുഭവങ്ങൾ, ഈ മറ്റുള്ളവർക്ക് സംഭവിക്കുന്ന അനുഭവങ്ങളിലൂടെ നമുക്ക് വരാൻ പോകുന്ന അന്ത്യം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാനായിട്ട് മറ്റാർക്കും അവകാശമില്ല. നമ്മൾ എന്തിനനുഗുണമായിട്ട് ജീവിക്കുന്നു അതിനനുഗുണമായിരിക്കും നമ്മുടെ അന്ത്യം. അപ്പോൾ നമുക്ക് നമ്മുടെ അനശ്വരമായിട്ടുള്ള സമ്പാദ്യത്തിന് വേണ്ടി നമ്മൾ ജീവിക്കാതെ ഭൗമികമായിട്ടുള്ള സമ്പാദ്യത്തിൻ്റെ പിറകെ നമ്മൾ പാഞ്ഞു പോകുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുന്നു. കാരണം നാളെക്കുറിച്ച് നമ്മൾ ആകുലരാണ്. നാളെക്കുറിച്ച് നമുക്ക് പ്രത്യാശയില്ലാതെ വരുമ്പോൾ അയ്യോ നാളെ എന്ത് ചെയ്യും, നാളെ തിന്നാൻ എന്ത് കിട്ടും, അല്ലെങ്കിൽ നാളെ ഉടുക്കാൻ എന്ത് കിട്ടും, നാളെ കുടിക്കാൻ എന്ത് കിട്ടും, അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളുടെ കാര്യം എന്തായിത്തീരും, നാളെ എനിക്ക് എവിടെ നിന്ന് കിട്ടും, ഇങ്ങനെയുള്ള ആകുലതകളാണ്. ഇത് നമ്മളെ അസ്വസ്ഥരാക്കുക മാത്രമല്ല, ഇത് നമ്മളെ രോഗങ്ങളിലേക്ക് കൊണ്ടുപോയി എത്തിക്കുകയാണ്. ഒരിക്കൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായ ഒരു ഫൗണ്ടേഷനുണ്ട്. ആണ്ടുതോറും 4 വിദഗ്ധരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ സ്വന്തം നിലയിലുണ്ടാക്കിയ ഒരു ഫൗണ്ടേഷനാണത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ ലോകബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് മിടുക്കന്മാരായ 4 വിദ്യാർത്ഥികൾക്ക് ആണ്ടുതോറും സമ്പാദ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു, പഠിക്കാനുള്ള സ്കോളർഷിപ്പ് കൊടുക്കുകയാണ്. ഈ ഫൗണ്ടേഷൻ ഉണ്ടാകാനുണ്ടായ സാഹചര്യം വളരെ രസകരമാണ്, അല്ലെങ്കിൽ നമുക്ക് ചിന്തോദ്ദീപകമായിട്ടുള്ളൊരു വിഷയമാണത്. റോക്ക് ഫെല്ലർ എന്ന് പറയുന്ന മനുഷ്യൻ അവൻ കൊച്ചായിരിക്കുമ്പോൾ 7 വയസ്സ് പ്രായമുള്ളപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയി.
ഇവന് തുടർന്ന് പഠിക്കാൻ സാധിച്ചില്ല. മിടുക്കനായിരുന്നു, പക്ഷെ പഠിക്കാനായിട്ട് പൈസ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവനൊരു ഹോട്ടലിൽ പോയിട്ട് പാത്രം കഴുകുന്ന ജോലി ഏറ്റെടുക്കുകയാണ്. ഇങ്ങനെ ഇവൻ പാത്രം കഴുകുകയും പല ജോലികൾ ചെയ്ത് ജീവിക്കുമ്പോൾ യാദൃച്ഛികമായിട്ട് ഇവനൊരു $1000 ആരോ കൊടുക്കുകയാണ്. ഈ $1000 കൊണ്ട് അവൻ കച്ചവടം നടത്തി. അതിൽ നിന്ന് വലിയ സമ്പാദ്യം ഉണ്ടാക്കാനായിട്ട് അവന് സാധിച്ചു. 1000-ന് 1500 ആക്കി തീർക്കാനായിട്ട് അവന് കഴിഞ്ഞു. അപ്പോൾ അവന് കൂടുതൽ കച്ചവടം ചെയ്യണമെന്നുള്ള പ്രചോദനം ഉണ്ടായി. ഇങ്ങനെ കുറേ കാലത്തെ പരിശ്രമം കൊണ്ട് ലോകത്തിലെ 6ാം നിലയിൽ അല്ലെങ്കിൽ 6ാമത്തെ ധനികനായിട്ട് റോക്ക്ഫെല്ലർ ഉയരുകയാണ്. അപ്പോൾ അവന് വീണ്ടും ആവേശം കൂടുകയാണ്. എങ്ങനെയും ഇത് 1ാം സ്ഥാനത്ത് എത്തിക്കണം. അവൻ രാപകലില്ലാതെ കഷ്ടപ്പെടുകയാണ്. വിവിധ രാജ്യങ്ങളിൽ അവൻ ബിസിനസ്സുണ്ട്, അവന് ധാരാളം കപ്പലുകളുണ്ട്, വിമാനങ്ങളുണ്ട്. ഇതൊന്നും പോരാ, ലോകത്തിൽ 1ാമനാകണമെന്നുള്ളതായി അവൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ചിട്ട് അവൻ അധ്വാനിക്കുകയാണ്. അപ്പോഴാണ് ഒരു ദിവസം പെട്ടെന്ന് നെഞ്ചത്തിരുന്നൊരു വേദന ഉണ്ടാകുന്നത്. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു 53ാമത്തെ വയസ്സിൽ ഇവൻ മരണക്കിടക്കയിലാണ്, ദിവസങ്ങൾക്കകം അങ്ങ് മരിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് അവൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് വിലയിരുത്തിയത്. ഞാൻ ഒരുപാട് ലോകത്തിലെ 6ാമത്തെ ധനികനായിട്ട് മാറിയിരിക്കുന്നു, 1ാമനാകാനായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ആരുമില്ല, വിവാഹം പോലും കഴിക്കാൻ നേരം കിട്ടിയില്ല. അദ്ദേഹത്തിന് മക്കളില്ല, ഭാര്യയില്ല, ആരും സ്വന്തക്കാരായിട്ടില്ല. അയാളുടെ സ്വത്ത് മുഴുവൻ ഗവൺമെൻറ് കണ്ടുകെട്ടും, ഗവൺമെൻറ്റിൻ്റെതായി പോകും. അയാൾക്ക് വേദനയുണ്ടായി. ഞാൻ ഈ അധ്വാനിച്ചത് മുഴുവൻ വൃഥാവിലായല്ലോ, ദൈവത്തെക്കുറിച്ച് പോലും ചിന്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അയാൾ ഒരു തീരുമാനമെടുക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ സർവ്വസമ്പത്തും കൂടി ഞാനിതാ ലോകബാങ്കിൽ നിക്ഷേപിക്കുന്നു. എനിക്കന്ന് കിട്ടാതെ വന്ന ആ സൗഭാഗ്യം, എനിക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയപ്പോൾ പഠിക്കാൻ സാധിച്ചില്ല, എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ കുഞ്ഞുങ്ങൾക്കിനി വരരുത്. മിടുക്കന്മാരായ 4 കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് അതിൻ്റെ പലിശ കൊണ്ട്, ഇതാണ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ. പക്ഷേ ഇതിൻ്റെ പരിണിത ഫലമായിട്ടുണ്ടായ രഹസ്യം നമ്മൾ മനസ്സിലാക്കണം. 53ാമത്തെ വയസ്സിൽ 2 ദിവസത്തിനകം മരിക്കുമെന്ന് പറഞ്ഞ റോക്ക്ഫെല്ലർ മരിച്ചത് 97ാമത്തെ വയസ്സിലാണ്. അദ്ദേഹത്തിൻ്റെ പണത്തോടുള്ള ആസക്തി അല്ലെങ്കിൽ 1ാമനാകാനുള്ള വ്യഗ്രത അദ്ദേഹത്തെ മാരകമായ ഒരു രോഗത്തിലെത്തിച്ചുവെങ്കിൽ ആ സമ്പത്ത് മുഴുവൻ ദാനം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗം മാറിപ്പോയി. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു മഹാപുരുഷൻ്റെ ആപ്തവാക്യത്തിൽ, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് ഗുണത്തിനായിട്ട് വരണം. നമ്മളെക്കുറിച്ച് തന്നെ, മറ്റുള്ളവരെക്കുറിച്ച് ചിന്തയില്ലാതെ, ദൈവത്തെക്കുറിച്ച് ചിന്തയില്ലാതെ വരുമ്പോൾ നമ്മുടെ അസ്വസ്ഥതകൾ വർദ്ധിക്കുകയാണ്. മറ്റൊരു വലിയൊരു സംഭവത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. ആ സംഭവത്തിൻ്റെ വളരെ രസകരമായിട്ടുള്ള ഒരു വലിയ മനുഷ്യൻ, നോബിൾ എന്ന് പറയുന്ന മനുഷ്യൻ, ഒരു ദിവസം രാവിലെ പത്രം എടുത്തൊന്ന് വായിക്കാമെന്ന് വിചാരിച്ചു. ഇദ്ദേഹം പത്രത്തിലേക്ക് നോക്കിയപ്പോൾ പത്രത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ തലക്കെട്ടിൽ എഴുതിയിരിക്കുന്നത് മരണം വിറ്റു നടന്നവൻ മരിച്ചു എന്നായിരുന്നു. വളരെ കൗതുകകരമായൊരു വാർത്ത. മരണം വിറ്റു നടന്നവൻ മരിച്ചു. ഇത് വളരെ രസകരമായിട്ടുള്ളൊരു വാർത്തയാണ്. അദ്ദേഹം അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വായിച്ചു നോക്കാൻ തീരുമാനിച്ചു. വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് നോബിൾ മരിച്ചുപോയി എന്നുള്ളതാണ് വാർത്ത. ഇദ്ദേഹം മരിച്ചുപോയതായിട്ടാണ് പത്രത്തിൽ വാർത്ത വന്നിരിക്കുന്നത്. അയ്യോ, ഞാൻ മരിച്ചോ? അദ്ദേഹത്തിന് സംശയമായി. അദ്ദേഹം ശരീരത്തൊക്കെ തപ്പി നോക്കി, അല്ലെങ്കിൽ കിള്ളി നോക്കിയപ്പോൾ ഞാൻ മരിച്ചിട്ടില്ല, ഇതെന്ത് പറ്റിയ സംഭവം ഇതായിരുന്നു. നോബിൾ ഫാമിലിയിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജ്യേഷ്ഠൻ മരിച്ചുപോയി. അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. വാസ്തവത്തിൽ ഈ മരണം വിറ്റ് നടന്നവൻ എന്ന് പറയാനുണ്ടായ കാരണം, ഈ പത്രം വായിച്ചിരുന്ന നോബിള് അദ്ദേഹമാണ് ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത്. വെടിമരുന്നിൽ നിന്നും ഡൈനാമിറ്റ് ഉണ്ടാക്കിയിട്ട് വലിയ പർവ്വതങ്ങളെ പൊട്ടിക്കാനുള്ള ഒരു വിദ്യ അദ്ദേഹം കണ്ടുപിടിച്ചതാണ്. അത് പിന്നീട് മനുഷ്യര് വീടുകൾ തകർക്കാനും മനുഷ്യനെ കൊല്ലാനുമായിട്ട് അത് ഉപകരിച്ചു. അങ്ങനെ ഡൈനാമിറ്റ് മനുഷ്യൻ്റെ നാശത്തിന് കാരണമായി. എങ്ങനെയായാലും ഡൈനാമിറ്റ് കണ്ടുപിടിച്ചതിൻ്റെ പേരിൽ അതിൻ്റെ പേറ്റൻ്റ് അവകാശമുള്ളത് കൊണ്ട് നോബിളിന് കോടാനുകോടിക്കണക്കിന് ഡോളറാണ് സ്വന്തമായത്. ആ സമ്പത്തിൻ്റെ മുഴുവൻ ഉടമയായെങ്കിലും അദ്ദേഹം ചിന്തിച്ചു നോക്കി, ദൈവമേ എന്തൊരു കഷ്ടമാണ്,
ഞാൻ മരിച്ചു എന്ന്, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹമാണ് മരിച്ചതെന്ന് കരുതിക്കൊണ്ട് പത്രക്കാർ തെറ്റായിട്ടുള്ള വാർത്ത കൊടുത്തതാണ്. ഇയാളാണ് മരിച്ചത്, അതായത് ഡൈനാമിറ്റ് ഉണ്ടാക്കി അനേകം പേരുടെ മരണത്തിന് കാരണമാക്കിയ മനുഷ്യൻ മരിച്ചുപോയി എന്നുള്ളതായിരുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് വ്യസനം തോന്നി. ദൈവമേ, ഞാനൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. അനേകരുടെ സമാധാനത്തിന് കാരണമാകുന്ന വലിയ ലോകത്തിന് മുഴുവനും പ്രയോജനകരമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് ഞാൻ നടത്തിയത്. അത് മറ്റൊരു ശക്തികൾ മരണത്തിന് വേണ്ടി, മനുഷ്യനെ കൊല്ലുന്നതിന് വേണ്ടി ഉപയോഗിച്ചതുകൊണ്ട് എൻ്റെ ഭാവി എന്തായിരിക്കും? നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് പത്രത്തിൽ വരാൻ പോകുന്ന ഇതാണ്, അല്ലെങ്കിൽ മാനവ ഹൃദയങ്ങളിൽ എന്നെക്കുറിച്ചുണ്ടാകാൻ പോകുന്ന ധാരണ ഇതാണ്: മരണം വിറ്റ് നടന്നവൻ മരിച്ചു, ഞാൻ മരണം വിൽക്കുന്നവനായിട്ട് മാറിയിരിക്കുന്നു. ഇല്ല, ഞാനിതിൽ നിന്ന് പിന്തിരിയും, ഞാൻ ജീവൻ വിൽക്കുന്നവനായിട്ട് മാറണം. അതിനെന്താ പണി? അദ്ദേഹം പലരെയും വിളിച്ച് ചോദിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. അദ്ദേഹം അത് മുഴുവനും റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം ലോകബാങ്കിൽ അടച്ചുകൊണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന പലിശ കൊണ്ട് ലോകസമാധാനത്തിന് വേണ്ടിയും വലിയ ശാസ്ത്ര നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ 5 പേർക്ക്, ലോകത്തിലെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന 5 പേർക്ക് ആണ്ടുതോറും വിതരണം ചെയ്യാനായിട്ട് നോബൽ സമ്മാനം എന്നൊരു, നമുക്കൊക്കെ അറിയാം, വലിയ വലിയ വ്യക്തികൾ നേടിയെടുക്കുന്ന നോബൽ സമ്മാനത്തിന് ഉപജ്ഞാതാവ് ഈ നോബൽ തന്നെയായിരുന്നു. അദ്ദേഹം ഒരു മരണം വിറ്റ് നടന്നവനായിരുന്നു. പക്ഷേ മരണത്തിൽ നിന്നും കിട്ടിയ മുതൽ മുഴുവൻ, അദ്ദേഹം ഇതിൽ നിന്ന് കിട്ടിയ സമ്പത്ത് മുഴുവൻ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ ഉപകാരത്തിന് വേണ്ടി വിനിയോഗിക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ അങ്ങനെ അയാൾ ഒരു ജീവൻ വിൽക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യനെ പുനർജനിപ്പിക്കുന്ന ഒരു വലിയ വക്താവായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞു വരുന്ന വിഷയത്തെക്കുറിച്ച് ഒന്നുകൂടെ നോക്കുക. നമ്മൾ പലപ്പോഴും ആകുലചിത്തരാണ്. നമ്മൾക്ക് അസ്വസ്ഥതകൾ ഇല്ലെങ്കിലും, രോഗങ്ങളൊന്നുമില്ലെങ്കിലും, നമുക്കൊന്നുമില്ലെങ്കിലും വെറുതെ നമ്മൾ നാളെക്കുറിച്ച് മനസ്സ് കലങ്ങിക്കൊണ്ട് വേദനിക്കുന്നവരാണ്. നാളെ ഇതെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് പോകും. പക്ഷേ നമ്മൾ അസ്വസ്ഥരാകേണ്ടത് അനശ്വരമായ സമ്പാദ്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഏറ്റവും വിശിഷ്ടമായ പ്രാർത്ഥന, ഈശോ തന്നെ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന, കർത്തൃപ്രാർത്ഥന, അല്ലെങ്കിൽ ഈശോയുടെ പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവേ എന്ന് തുടങ്ങുന്ന നമ്മുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ അതിൻ്റെ 2ാം ഭാഗത്തേക്ക് വരുമ്പോൾ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആ പ്രാർത്ഥന ചെല്ലാനുള്ള യോഗ്യതയുണ്ടോ? ഇന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത ഒരുത്തനാണ് ഇന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തരണമേ എന്ന് യാചിക്കേണ്ടത്. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ സമയത്ത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. വീട്ടിൽ നമുക്ക് ഇന്നത്തേക്കും നാളത്തേക്കും വേണ്ടുന്ന ഭക്ഷണം ഒരുക്കി വെച്ചിട്ടല്ലേ നമ്മളിവിടെ വന്നിരിക്കുക? അനേക വർഷങ്ങൾക്ക് വേണ്ടുന്ന സമ്പാദ്യം നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടില്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ മാത്രമല്ല, നമ്മുടെ മക്കളുടെ കാലത്ത് പോലും ദാരിദ്ര്യമുണ്ടാക്കാനായിട്ട് സമ്പത്തുണ്ടാക്കി വെച്ചിട്ട് നമ്മൾ അനുദിന ഭോജനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആരെയാണ് നമ്മൾ കബളിപ്പിക്കുക? ദൈവത്തെ കബളിപ്പിക്കുകയാണോ നമ്മൾ? അതോ നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുകയാണോ? അനുദിന ഭോജനം നമുക്കുണ്ടായിട്ടും ഇന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ ആകുലരാകുന്നു. സഹോദരങ്ങളെ, ആ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ നമുക്കാർക്കും പലപ്പോഴും യോഗ്യതയില്ലാതെ വരുന്നു. കാരണം അനേക കാലത്തേക്ക് വേണ്ടുന്ന സമ്പാദ്യം ഉണ്ടാക്കി വെച്ചിട്ട് ഇന്നത്തെ ആഹാരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മോട് ചോദിക്കും, ഭോഷനായ മനുഷ്യ, നീ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുക? നിന്റെ ബാങ്കിൽ അനേക വർഷത്തേക്കുള്ള സമ്പാദ്യം നീ ഒരുക്കി വെച്ചിട്ടില്ലേ? നീ ഇപ്പോഴ് വീട്ടിലെ ഭക്ഷണം ഒരുക്കി വെച്ചിട്ടല്ലേ ഇവിടെ വന്നിരിക്കുക? പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥന അർത്ഥപൂർണമാകുന്നത് നമ്മുടെ ആകുലതകളെക്കുറിച്ച് നമ്മൾ അസ്വസ്ഥരാകാതിരിക്കുമ്പോഴാണ്. നമുക്ക് നാളെയെക്കുറിച്ച് ആകുലതകൾ മാറ്റിയിട്ട് നമ്മുടെ സഹോദരങ്ങളുടെ ആകുലതയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ, മറ്റുള്ളവ അന്നു വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടി അധ്വാനിച്ചിട്ടും ജീവിക്കാൻ സാധിക്കാതെ വരുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. നമ്മുടെ അയൽവാസികളായിട്ടുള്ള മനുഷ്യർ പലരും അസ്വസ്ഥരായിട്ട് അല്ലെങ്കിൽ ജീവിക്കാൻ വഴിയില്ലാതെ കിടക്കുന്നത് കണ്ടിട്ടും നമ്മൾ നമ്മുടെ സമ്പാദ്യം കൂട്ടി വെക്കുമ്പോൾ നമുക്ക് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാനായിട്ട് യോഗ്യതയില്ല. എന്നാൽ അധ്വാനിക്കാൻ കഴിയാത്തവർ,
അധ്വാനിച്ചിട്ടും ജീവിക്കാൻ കഴിയാത്തവർ, അല്ലെങ്കിൽ അന്നന്ന് വേണ്ട ആഹാരത്തിന് വഴിയില്ലാത്തവർ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, അവരെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ അവരുടെ അടുത്ത് ചെല്ലാനും അവർക്ക് അന്നന്ന് വേണ്ട ആഹാരത്തിനുള്ള വഴിയെങ്കിലും കൊടുക്കാനായിട്ട് നമുക്ക് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ സമ്പത്ത്, നമ്മൾ കൂട്ടിവെച്ചിരിക്കുന്ന സമ്പത്ത് ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാൽ തന്നെ നമ്മൾ അസ്വസ്ഥരാകാതിരിക്കുക. കാരണം നമുക്കാവശ്യമുള്ളത് തരാനായിട്ട് ദൈവത്തിന് സാധിക്കും. ദൈവം നമ്മളെ വെറുതെ വിട്ടിരിക്കുകയല്ല. അതുകൊണ്ട് നമ്മൾ ആകുലപ്പെടുന്നത് കൊണ്ട് നമുക്ക് ഒന്നും കിട്ടുന്നില്ല. രോഗങ്ങളുണ്ടാക്കി വെക്കാം. ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ മരണം വിറ്റ് നടന്നവരായിട്ട് നമ്മൾ മാറുകയാണ്, പിശുക്കനായിട്ട് മാറുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളൊരു കഥ ഞാൻ ഓർക്കുകയാണ്, ഒരു ലാസറിൻ്റെ കഥ. ലാസർ ദരിദ്രനായിരുന്നു. അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി അദ്ദേഹം അധ്വാനിച്ച് തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റിയിരുന്നു, തൻ്റെ ഭാര്യയെ പോറ്റിയിരുന്നു. അവർക്ക് വേലയെടുക്കാൻ വയ്യ. ഇയാൾ ഫാക്ടറിയിലേക്ക് ജോലിക്ക് പോകുന്ന വഴിക്കൊരു പള്ളിയുണ്ട്. പള്ളിയുടെ വാതിക്കൽ വന്നിട്ട്, കർത്താവേ, ലാസർ വന്നു, ലാസർ പോകുന്നു എന്ന് പറയുമായിരുന്നു. ഇയാൾ 10-70 വയസ്സ് വരെ ജോലിയെടുത്ത് ജീവിച്ചു. അവസാനം ഇയാൾ മരണക്കിടക്കയിലായിരിക്കുമ്പോൾ ഈശോ വന്നിട്ട് പറയുകയാണ്, ലാസറെ, നിൻ്റെ ഈശോ വന്നു, പക്ഷേ ഈശോ പോകുന്നില്ല. 10-70 വർഷം അനുദിനം അയാൾക്ക് പ്രാർത്ഥിക്കാൻ പോലും നേരമുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിൽ രാപകലില്ലാതെ അധ്വാനിച്ചിട്ടാണ് കുടുംബം പോറ്റിയിരുന്നത്. അതുകൊണ്ട് ഒരു നിമിഷം പള്ളിയുടെ മുമ്പിൽ വന്നിട്ട്, കർത്താവേ, ലാസർ വന്നു, ലാസർ പോകുന്നു എന്ന് പറയുമായിരുന്നു. ഈ 10-70 വർഷത്തെ ഓരോ നിമിഷങ്ങൾ ഒരുമിച്ച് കൂട്ടി കർത്താവിൻ്റെ കണക്കിൽ അത് 1000 മടങ്ങിന് സമ്മാനം കൊടുത്തപ്പോൾ ലാസറിൻ്റെ അടുത്ത് വന്നിട്ട് കർത്താവ് പറയാണ്, ലാസറെ, നിൻ്റെ ഈശോ വന്നു, ഈശോ പോകുന്നില്ല. അനശ്വരമായ ആ സൗഭാഗ്യത്തിലേക്ക് ലാസർ കടന്നുപോയി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ നമ്മുടെ മരണ വിനാഴികയിൽ കർത്താവ് കടന്നു വന്നിട്ട്, മോനെ, മോളെ, നിൻ്റെ ഈശോ വന്നു നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ, എൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയാനിടയാകണം. അതിനുവേണ്ടി നമുക്ക് അധ്വാനിക്കാം. ആത്മാവിനെക്കുറിച്ച് ആകുലപ്പെടാം. നമുക്ക് ശരീരത്തെക്കുറിച്ചോ ലൗകികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ നമ്മൾ അസ്വസ്ഥരാകണ്ട. നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും അന്വേഷിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തരാൻ നിങ്ങളുടെ കർത്താവ് സംപ്രീതനാണ്. നമുക്കതിൽ അടിയുറച്ച് വിശ്വസിക്കാം. കർത്താവെ, നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആ വാഗ്ദാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്നും ആത്മാവിന് വേണ്ടി മാത്രം ദഹിക്കാൻ, ദൈവമഹത്വത്തിനായിട്ടും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും മാത്രം പ്രവർത്തിക്കാനായിട്ട്, ലൗകിക നേട്ടങ്ങളുടെ പുറകെ അസ്വസ്ഥരാകാതിരിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.